ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസിന്റെ മോഡ്യൂൾ 2 പാർട്ട് 4 ആണ്. Intel 8086 is a 60-bit processor launched in 1978. Intel 8086 എന്ന് പറയുന്നത് ഒരു 60-bit processor ആണ്. 1978 ലോഞ്ച് ചെയ്യുന്നത്. ഇതിന് ഒരു പവർഫുൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ സ്പീഡ് കാൽക്കുലേഷൻസ് ആണ്. പ്രോഗ്രാമിംഗ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. 8-ബിറ്റ് പ്രൊസസറിനേക്കാളും സ്പീഡ് വളരെ കൂടുതലാണ്. അടുത്ത രജിസ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് 8086. 8086 ഹാസ് പവർഫുൾ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് നോൺ ആസ് ജനറൽ പർപ്പസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ 8086-ലുള്ള പവർഫുൾ ആയിട്ടുള്ള രണ്ട് രജിസ്റ്റേഴ്സ് ആണ് ജനറൽ പർപ്പസ് രജിസ്റ്ററും സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററും. ഇതിന് രണ്ടിനും 60-ബിറ്റ് ആണ്. ഇത് രണ്ടും 60-ബിറ്റ് രജിസ്റ്റർ ആണ്. അതായത് ജനറൽ പർപ്പസും 60-ബിറ്റ് രജിസ്റ്റർ ആണ്. സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററും 60-ബിറ്റ് രജിസ്റ്റർ ആണ്. The general purpose registers are used as either 8-bit registers or 60-bit registers. ജനറൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്റർ ഒന്നി 8-ബിറ്റ് രജിസ്റ്റർ ആകാം അല്ലെങ്കിൽ 60-ബിറ്റ് രജിസ്റ്റർ ആകാം. They may be used for holding data variables and intermediate result temporarily or for other purpose like a counter or for storing offset address for some particular addressing modes etc. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റയും വേരിയബിൾസും ഇന്റർമീഡിയറ്റ് റിസൾട്ട്സും ഒക്കെ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്യാനും അതുപോലെ തന്നെ കൗണ്ടറിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് അഡ്രസ് സ്റ്റോർ ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. The special purpose registers are used as segment registers. Special purpose registers സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോയിന്റേഴ്സ് ആയിട്ടും ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആയിട്ടും ഓഫ്സെറ്റ് സ്റ്റോറേജ് രജിസ്റ്റേഴ്സും ആയിട്ടും ഒക്കെ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിംഗ് മോഡ്സിൽ ഈ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. There are 4 groups of register set. Register setന് 4 ഗ്രൂപ്പ് ഉണ്ട്. ജനറൽ ഡാറ്റ രജിസ്റ്റേഴ്സ് AX, BX, CX, DX ഇങ്ങനെ 4 ഗ്രൂപ്പ്സ് ആണ്. 4 ഗ്രൂപ്പ്സ് ഓഫ് രജിസ്റ്റർ ആണ്. ജനറൽ പർപ്പസ് 60-ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഇന്ന് 4ഉം ജനറൽ പർപ്പസ് ആണ്. 60-ബിറ്റ് രജിസ്റ്റർ ആണ്. AX is used as 60-bit accumulator. AX എന്തിനാണ്? for accumulator. AX is used as 60-bit accumulator with the lower 8 bits of AX assigned as AL and higher 8 bits as AH. AL can be used as an 8-bit accumulator for 8-bit operation. 8-bit accumulator എന്തിനാണ്? 8-bit operationsന് വേണ്ടിയാണ്. Usually the letters L and H specify lower and higher bytes of a particular register. അപ്പം A എന്ന് വെച്ചാൽ അക്യുമുലേറ്റർ ആണ്. L എന്ന് വെച്ചാൽ ലോവറും H എന്ന് വെച്ചാൽ ഹയറും. AL എന്ന് വെച്ചാൽ എന്താണ്? അക്യുമുലേറ്റർ ലോവറും അക്യുമുലേറ്റർ ഹയറും. X എന്ന് വെച്ചാൽ അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ്. CH means higher 8 bits of CX registers and CL means lower 8 bits of CX register. Letter X is used to specify the complete 60-bit register. X എന്നതിലാണ് ഉപയോഗിക്കുന്നത്. Complete 60-bit registerനെയും സ്പെസിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. The register CX is also used as default counter in the case of string and loop instructions. Stringോ loop instructions ഒക്കെ വരുന്ന സമയത്ത് ഡിഫാൾട്ട് കൗണ്ടർ ആയിട്ടാണ് രജിസ്റ്റർ CX-ന് ഉപയോഗിക്കുന്നത്. The register BX is used as an offset storage for common physical address in the case of certain addressing modes. അതായത് certain addressing modesൽ physical addressന്റെ offset storage ആയിട്ടാണ് ഈ BX ആക്ട് ചെയ്യുന്നത്. DX is a general purpose register which may be used as implicit operand or destination in case of few instructions. ചില ഇൻസ്ട്രക്ഷനിൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് DX. അടുത്തത് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ്. The 8086 address a segmented memory. 8086 രജിസ്റ്ററിൽ ഒരു segmented memory ആണുള്ളത്. The complete 1 MB memory which the 8086 addresses is divided into 60 logical segments. 8086-ലെ അഡ്രസ്സിന് 16 logical segments ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Each segment contains 64 KB of memory. ഈ 16 ലോജിക്കൽ സെഗ്മെന്റ്സിനും എന്തുണ്ട്? 64 KB മെമ്മറി ഉണ്ട്. There are 4 segment registers. 4 segment registers ഉണ്ട്. ഒന്നാമത്തെ കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ CS, ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റർ DS, എക്സ്ട്രാ സെഗ്മെന്റ് രജിസ്റ്റർ ES, സ്റ്റാക്ക് സെഗ്മെന്റ് രജിസ്റ്റർ SS. The code segment register is used for addressing a memory location in the
code segment of the memory where the executable program is stored. അതായത് കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കോഡ് സെഗ്മെന്റ് മെമ്മറി ഉപയോഗിക്കുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ് is used for addressing a memory location the code segment of the മെമ്മറിയിലെ കോഡ് സെഗ്മെന്റിന്റെ മെമ്മറി ലൊക്കേഷൻ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ് ആ മെമ്മറിയിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാം ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റർ ആണ്. ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റർ പോയിന്റ്സ് ടു ഡാറ്റ സെഗ്മെന്റ് ഓഫ് ദ മെമ്മറി. മെമ്മറിയുടെ ഡാറ്റ സെഗ്മെന്റിനെ പോയിന്റ് ചെയ്യുന്നതാണ് എന്തോന്ന്? ഡാറ്റ സെഗ്മെന്റ് register where the data is resided and അവിടെ എന്തുണ്ട്? ഡാറ്റ ഉണ്ട്. The extra segment also refers to a segment which essentially is another data segment of the memory. The stack segment register is used for addressing stack segment of memory. മെമ്മറിയുടെ stack segmentന് വേണ്ടിയിട്ടാണ് stack segment register ഉപയോഗിക്കുന്നത്. അതായത് memory which is used to store stack data. stack data store ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. The CPU uses the stack for temporary storing important data. Temporary ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് important data ഒക്കെ temporary ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CPU ആര് ഉപയോഗിക്കുന്നത്? സ്റ്റാക്കിനെ ഉപയോഗിക്കുന്നത്. While addressing any location in the memory bank, മെമ്മറി ബാങ്കിൽ ഏത് ലൊക്കേഷൻ അഡ്രസ് ചെയ്താലും the physical address is calculated from two parts. First segment address and second offset. രണ്ട് സെഗ്മെന്റിലും എന്താണ് പോയിട്ട് നോക്കും. ഒന്നാമത്തത് സെഗ്മെന്റ് അഡ്രസ്സും രണ്ടാമത്തത് ഓഫ്സെറ്റ്. അടുത്തായിട്ട് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് കണ്ടെയ്ൻഡ് 60-bit സെഗ്മെന്റ് ബേസ് അഡ്രസ്. സെഗ്മെന്റ് രജിസ്റ്റേഴ്സിൽ എന്തുണ്ട്? 60-bit സെഗ്മെന്റ് ബേസ് അഡ്രസ് ആണ്. ഡിഫറെന്റ് സെഗ്മെന്റ്സിനും ഡിഫറെന്റ് ആയിരിക്കും. Any of the pointers or index registers or BX may contain the offset of the location are to be addressed. The processor just maintains two 60-bit registers with which are within the word length capacity of the machine. അതായത് മെഷീന്റെ വേർഡ് ലെങ്ത് കപ്പാസിറ്റിക്ക് അനുസരിച്ച് പ്രൊസസ്സർ രണ്ട് 60-bit രജിസ്റ്റേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യും. The CS, DS, SS and ES segment registers respectively contain the segment address. അതായത് സെഗ്മെന്റ് രജിസ്റ്റേഴ്സിൽ ഒരു സെഗ്മെന്റ് അഡ്രസ് ഉണ്ടായിരിക്കും. For the core, data stack and extra segments of the memory. All these segments are logical elements. ഈ segments എല്ലാം തന്നെ logical elements ആണ്. They may or may not be physically separated. അടുത്തത് pointers and index registers. The pointers contain offset within the particular segment. അതായത് ഈ പോയിന്റേഴ്സിൽ ഒരു ഓഫ്സെറ്റ് ഉണ്ട്. പർട്ടിക്കുലർ സെഗ്മെന്റ്സിൽ ഓരോ ഓഫ്സെറ്റിൽ ഓരോ പോയിന്റേഴ്സ് ഉണ്ട്. The pointers IP, BP and SP usually contain the offset within the code IP and stack BP and SP segments. The index registers are used as general purpose registers. Index registers എന്താണ്? general purpose registers ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. As well as for offset storage case of indexed, based index and relatively based indexed addressing modes. The register SI is generally used to store the offset of source data in data segment. Data segmentലെ source data store ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് general SI. While the register DI is used to store the offset of destination. DI ഉപയോഗിക്കുന്നത് destination ആണ്. SI ഉപയോഗിക്കുന്നത് source ആണ് or extra segment. The index registers are mainly used for string manipulation. String registers main ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? string manipulationsന് വേണ്ടിയിട്ടാണ് index register ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഫ്ലാഗ് രജിസ്റ്റർ ആണ്. The 8086 flag register contents indicate the result of computations in the ALU. അതായത് അർത്ഥമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിലെ റിസൾട്ട്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഗ് രജിസ്റ്ററിൽ ഉള്ളത്. It contains some flag bits to control CPU operations. CPU operationsനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് flag bits ഉണ്ടായിരിക്കും. 8086 has a 60-bit flag register which is divided into two parts. 8086-നാണെങ്കിൽ 60-bit flag register ഉണ്ട്. ഇതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത് വെച്ചാൽ കണ്ടീഷൻ കോഡ് ഓർ സ്റ്റാറ്റസ് ഫ്ലാഗ്സ്, രണ്ടാമത്തത് മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സ്. The condition code flag register is the lower byte of the 60-bit flag register along with the overflow flag. This part of the flag register of 8086 reflects the result of the
Operations performed by the ALU. The control flag register is higher byte of flag register of 8086. 8086 രജിസ്റ്ററിലെ ഹയർ ബൈറ്റ് ഉള്ള ഫ്ലാഗ് ഏതാണെന്ന് ചോദിച്ചാൽ control flag register ആണ്. It contains 3 flags: directional flag D, interrupt flag I, trap flag T. The description of each flag bit is as it follows. S എന്ന് വെച്ചാൽ sign flag ആണ്. This flag is set when the result of any computation is negative. For signed computation, the sign flag equals to MSB. MSB എന്ന് വെച്ചാൽ most significant bit ആണ്. MSB of the result. Z flag എന്ന് വെച്ചാൽ this flag is set if the result of computation or comparison performed by previous instruction is 0. അടുത്തതായിട്ട് P ആണ് parity flag. This flag is set to 1 if the lower byte of the result contains even no number of ones. അടുത്ത് carry flag ആണ് C. Carry flag. This flag is set when there is a carry out of MSB in case of addition or borrow in case of subtraction. If no carry is generated, value will be 0. T എന്ന് വെച്ചാൽ trap flag ആണ്. If this flag is set to the processor enters single step execution mode, a trap interrupt is generated after execution of each instruction. The processor executes the current instruction and the control is transferred to trap interrupt service routine. ഇത്രയാണ് ഫ്ലാഗ്സ്. ആ ഒരു ആർക്കിടെക്ചറിൽ വരുന്ന ഫ്ലാഗ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഈ കമ്പാരിസൺ ചെയ്തതിന് ശേഷമുള്ള നമ്പർ ബിറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഫ്ലാഗ്സ് സെറ്റ് ചെയ്യുന്നത്. I എന്ന് വെച്ചാൽ interrupt flag ആണ്. If this flag is set, the maskable interrupt are recognized by the CPU, otherwise they are ignored. D എന്ന് വെച്ചാൽ direction flag ആണ്. This is used by string manipulation instructions. If this flag is 0, the string is processed beginning from the lowest address to highest address, that is auto incrementing mode. Otherwise, the string is processed from the highest address towards the lowest address, that is auto decrementing mode. AC എന്ന് വെച്ചാൽ auxiliary carry flag ആണ്. This is set if there is a carry from the lowest nibble, that is bit 3 drawing addition or borrow for the lowest nibble, that is bit 3 drawing subtraction. അടുത്തായിട്ട് overflow flag ആണ്. This flag is set if an overflow occurs. ഒരു overflow occur ആകുമ്പോഴാണ് ഈ flag സെറ്റ് ചെയ്യുന്നത്. That is if the result of signed operation is large enough to accommodated in the large in a destination register. അതായത് destination registerൽ ഇതിന്റെ ഓപ്പറേഷൻ ചെയ്തതിന്റെ റിസൾട്ട് വളരെ ലാർജ് ആണെങ്കിൽ മാത്രം ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നിടത്ത് overflow flag സെറ്റ് ചെയ്യും. In case of addition of two signed numbers, if the result overflows into signed operations into the sign bit, that is the result of more than 7 bits in size. In case of 8 bit signed operations are more than 50 bits in size. In case of 60 bit signed operation, then the overflow flag will be set. അതായത് 7 ബിറ്റ്സിൽ കൂടുതൽ സൈസ് ആണെങ്കിൽ 8 ബിറ്റ് ഒക്കെ വരുന്ന 8 ബിറ്റ് signed ഓപ്പറേഷൻസോ അല്ലെങ്കിൽ 50 ബിറ്റ്സ് സൈസ് ഓപ്പറേഷൻസോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 60 ബിറ്റ് ഓപ്പറേഷൻസോ ഒക്കെ ആണെങ്കിൽ എന്താണ് ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യും. അടുത്ത നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് ആർക്കിടെക്ചർ ഓഫ് 8086. The architecture of 8086 provides a number of improvements over 8085 architecture. 8085 ആർക്കിടെക്ചറിനെ അപേക്ഷിച്ച് വളരെ ഇംപ്രൂവ്മെന്റ്സ് കൂടുതലാണ് 8086ന്. It supports a 60-bit ALU, 60-bit ALU സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. A set of 60-bit registers, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊവൈഡ് സെഗ്മെന്റഡ് മെമ്മറി അഡ്രസ്സിംഗ് ക്യാപ്പബിലിറ്റി. അതുപോലെ തന്നെ എന്താണ് സെഗ്മെന്റഡ് മെമ്മറി അഡ്രസ്സിംഗ് ക്യാപ്പബിലിറ്റി ഉണ്ട്. റിച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. പവർഫുൾ ഇന്ററപ്റ്റ് സ്ട്രക്ചർ ആണ്. ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ക്യൂ ഫോർ ഓവർലാപ്ഡ് ഫെച്ചിങ് ആൻഡ് എക്സിക്യൂഷൻ എക്സെട്ര. The complete architecture of 8086 can be divided into two parts. അതായത് രണ്ടായിട്ട് തിരിക്കാം. ഈ ഒരു ആർക്കിടെക്ചറിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ബസ് ഇന്റർഫേസ് BIU ആൻഡ് എക്സിക്യൂഷൻ യൂണിറ്റ് EU.
The bus interface contains the circuit for physical address calculations and pre-decoding instruction byte queue 6 bytes long ആണ് instruction byte queuവിന്. ഇതിന്റെ ഫുൾ ഫോം നോക്കുക. BIU എന്ന് വെച്ചാൽ ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ്. എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് വെച്ചാൽ EU ആണ്. അടുത്തായിട്ട് the bus interface unit make the system bus signals available for external interfacing of the devices. അതായത് ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണെങ്കിൽ എന്താണ് ബസ് സിഗ്നൽ സിസ്റ്റത്തിന്റെ ബസ് സിഗ്നൽസ് അവൈലബിൾ ആക്കുന്നു. എക്സ്റ്റേണൽ ഇന്റർഫേസ് ഡിവൈസിന്റെ എക്സ്റ്റേണൽ ഇന്റർഫേസിലേക്ക് അവൈലബിൾ ആക്കുന്നു. The unit is responsible for establishing communication with external devices and peripherals including memory via the bus. The 8086 addresses a segmented memory. The complete physical addresses, which is 20 bits long, is generated using segment and offset registers, each 60 bits long. For generating physical address from contents of these two registers, the content of a segment register, also called a segment address, is shifted left bitwise 4 times, and to this result, content of an offset register, also called as offset address, is added to produce a 20-bit physical address. Example, if the segment address is 1005H and the offset is 5555H, then the physical address is calculated as below. Segment address segment addressനെ എന്താണ് segment address segment registerന് നമുക്ക് segment address എന്നും പറയാം. Thus, the segment addressed by the segment value 1005H can have offset values from H to fetch within maximum 54K locations may be accommodated in the segment. The segment register indicates the base address of a particular segment, while offset indicates the distance of the required memory location in the segment from the base. Since the offset is a 60-bit number, each segment can have maximum of 64-bit location. The bus interface unit has a separate adder to perform this procedure for obtaining a physical address while addressing memory. The segment address value is to be taken from an appropriate segment register depending upon whether code data or stack are to be accessed, while the offset may be the content of IPVX, SI, DI, SP, BP, or an intermediate 60-bit value depending upon the addressing mode. In case of 8085, once the opcode is fetched and decoded, the external bus remains free for some time while the processor internally executes the instruction. This time slot is utilized in 8086 to achieve the overlapped fetch and execution cycles. While the fetched instruction is executed internally, the internal bus is used to fetch the machine code of the next instruction and arrange it in a queue is known as precoded instruction byte queue. Precoded instruction byte queue. If it is 6 bytes long, first in first out structure, the instructions from queue are taken for decoding sequentially. Once a byte is decoded, the queue is rearranged by pushing it out, and the queue status is checked for the possibility of the next opcode fetch cycle. While the opcode is fetched by a bus interface unit, the execution unit executes the previously decoded instruction concurrently. The BIU, along with the execution unit, forms a pipeline. The BIU manages the complete interface of execution unit with memory and I/O devices under the control of the timing and control unit. The execution unit contains the register set of 8086 expect segment registers and IP. It has a 60-bit ALU able to perform arithmetic and logical operations. The 60-bit flag registers reflect the result of execution by the ALU. The decoding unit decodes the opcode bytes issued from the instruction byte queue. The timing and control unit derives the necessary control signals to execute the instruction opcode received from the queue depending upon the information made available by the decoding circuit. The execution unit may pass the result to the bus interface unit for storing them in memory.
In segmentation memory scheme, the complete physically available memory may be divided into number of logical segments. അതായത് segmentation memory logical segment ആയിട്ട് divide ചെയ്തിട്ടുണ്ട്. Each segment is 64K bytes in size and is addressed by one of the segment registers. അതായത് ഓരോന്നിന്റെ size 64K bytes ആണ്. The 60-bit contents of the segment register actually point to the starting location of particular segment. അതായത് particular segment starting location ആണ് ആക്ച്വലായിട്ട് 60-ബിറ്റ് കണ്ടൻസ് ഉണ്ടായിരിക്കുന്നത്. സെഗ്മെന്റ് രജിസ്റ്ററിൽ 60-ബിറ്റ് കണ്ടൻസ് ഉണ്ടായിരിക്കുന്നത്. An offset address is needed to address a specific memory location within the segment. The offset address is 60-bit long so that maximum offset value can be FFF, FFFH. The CPU 8086 is available to address 1M bytes of physical memory. The complete 1M bytes of memory can be divided into 60 segments, each of 64K byte size. Addresses of the segment may be assigned as WWHF for WH. Offset address values are from WWH to FFFH. Physically address range from WWH to FFFH. In 8086 memory has 4 different types of segments. 8086 memory के different types of segments ഉണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ core segment, data segment, stack segment, extra segment. സിലബസിലെ സെക്കൻഡ് മോഡ്യൂളിലെ രണ്ടാമത്തെ മോഡ്യൂളാണ്. രണ്ടാമത്തെ മോഡ്യൂളിൽ നമുക്കിനി നോക്കാനുള്ളത് ഒരു ഇൻട്രപ്റ്റ്സ് ഓഫ് 8086 മാത്രമാണ്. അതുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ മോഡ്യൂൾ കഴിയും. മോഡ്യൂൾ 1 വരെ ലിനക്സ് കമാൻഡ്സ് നോക്കാറുണ്ട്. അതും ഇൻട്രപ്റ്റ്സ് ഓഫ് 8086 കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.